ഇടക്കുരങ്ങ വയനാട് ചുരം കയറുന്നതിന് ഇടയ്ക്കുള്ളതാണ് ലക്കിടി വ്യൂ പോയിന്റ്. ഓപ്പൺ ആയെന്ന് തോന്നുന്നു. കൊച്ചുകുട്ടികൾക്ക് അനുസരിച്ചുള്ള എൻ്റെ ചർക്കിട. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓൾ ഇന്ത്യയിൽ നിന്ന് റോ ആയിട്ടൊക്കെ ഹണി കളക്ട് ചെയ്യാം. തടി കൂടാനും തടി കുറയാനൊക്കെ ഇതാണ് ഉപയോഗിക്കാം. ബോഡി ക്രീമാണ്. ഹണിയുടെ ആ മെഴുക് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല മണമാണ്. ഇതിനടിയിലൊന്ന് അവിടെ ഒന്ന്. അപ്പോൾ ഇത് തരി കൂടിയതും തരി കുറഞ്ഞതായിട്ട് ഇവർ അവിടെ നിന്ന് വരുന്നത് ആ ഹീറ്റ് ചെയ്ത് സെക്ഷനായിട്ട് തിരിച്ചതിനെ ഇവിടെ കൊണ്ടുവന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യണം. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ 16-ാം ദിവസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി PWD ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നേരത്തെ റെഡി ആയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ ബാക്കിയുള്ള ട്രിപ്പിൻ്റെ ദിവസങ്ങളിലെല്ലാം നമ്മൾ 8-9 മണിയൊക്കെ ആവുമായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ താമരശ്ശേരി ചുരം വഴി വയനാട് കയറുക, വയനാട്ടിലെ കാഴ്ചകൾ കാണുക, ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണുക, എന്നിട്ട് നമുക്ക് കണ്ണൂരാണ് നമുക്കിന്ന് സ്റ്റേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇറങ്ങാം. നമുക്ക് ഇന്നലെ കിട്ടിയ ബാലുശ്ശേരി PWD റെസ്റ്റ് ഹൗസാണ്. നമ്മൾ രാവിലെ എല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. ഇടക്കുരങ്ങ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താമരശ്ശേരി ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കണ്ട് മരത്തിൽ കിടക്കുന്നത് ഒരു വ്യൂ പോയിന്റ്, ലക്കിടി വ്യൂ പോയിന്റ് തൊട്ട് മുന്നേ ഒരു വ്യൂ. അതിന് കുറച്ച് 1 കിലോമീറ്ററോടെ ഉള്ളൂ. അതിന് തൊട്ട് മുന്നേ നമ്മളൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ. അങ്ങ് ദൂരെ ഒരു മുസ്ലിം പള്ളി കാണാം, പിന്നെ കുറച്ച് കെട്ടിടങ്ങളും കാണാം, ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. എന്തായിരുന്നാലും അപാരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അങ്ങ് ദൂരെ നമ്മുടെ താജ്മഹൽ പോലെ, ഈ താജ്മഹൽ പോലെ ഉണ്ട് ഇവിടെ നിന്ന് കാണുമ്പോഴേ. അപ്പോഴായിരുന്നു നമുക്ക് നിർത്താറ്. പക്ഷെ ഇവിടെ ഈ സ്പോട്ട് കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ ഇത് ഇതിനെക്കാട്ടി നമുക്ക് നേരിട്ട് കാണുമ്പോൾ അവിടെ മലയുടെ അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ്, ആ മേഘം ഉണ്ടല്ലോ, മേഘം ഇങ്ങനെ നമ്മളെന്ത് ടോപ്പിൽ നിൽക്കുന്നു. താമരശ്ശേരി ചുരം കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്നും അറിയപ്പെടുന്നു.
ദേശീയപാത 766 ഭാഗമായ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കുതിരസവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈ പാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി മാറുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ഈ പാത അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിൽ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിലെത്തുന്നു. 9ാമത്തെ ഹെയർപിൻ വളവിൽ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശ ദൃശ്യം കാണാനാകും. അസ്തമയവും 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പും അപൂർവമായി കാണാം. മേഘങ്ങളും കോടമഞ്ഞും ചിലപ്പോൾ കാഴ്ചയെ മറയ്ക്കാറുണ്ട്. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും അന്തർ സംസ്ഥാന പാതയായും ചുരം അറിയപ്പെടുന്നു. കോഴിക്കോട് കൊല്ലക്കൽ ദേശീയപാത 766 കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലെ ഭാഗമാണ് താമരശ്ശേരി ചുരം. കേരളത്തിന്റെ വ്യവസായ, വാണിജ്യ, ടൂറിസം മുന്നേറ്റങ്ങൾക്ക് ഈ പാതയുടെ പങ്ക് ഏറെയുണ്ട്. മുത്തങ്ങ, ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഈ പാതയ്ക്ക് കർണാടക വനഭാഗത്ത് രാത്രി നിരോധനം ഏർപ്പെടുത്തിയതിനാൽ വളരെ ക്രമീകരണങ്ങൾ നടത്തിയും ബുദ്ധിമുട്ടുകൾ സഹിച്ചുമാണ് കേരളത്തിലേതടക്കം യാത്രക്കാർ കടന്നുപോകുന്നത്. താമരശ്ശേരി ചുരം റോഡ് ബ്രിട്ടീഷുകാരാണ് വികസിപ്പിച്ചത്. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് തദ്ദേശീയരായ ആദിവാസികളായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഈ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചങ്ങലമരം വയനാട്ടിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ കുരിശിന്റെ വഴി താമരശ്ശേരി ചുരത്തിലാണ് നടക്കുന്നത്. വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലൂടെ നടൻ കുതിരവട്ടം പപ്പു താമരശ്ശേരി ചുരത്തെക്കുറിച്ച് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം എന്ന സംഭാഷണം വളരെ പ്രശസ്തമാണ്. അത് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിൽ, അതായത് ലക്കിടി വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. വയനാട് ചുരം കയറുന്നതിന് ഇടയ്ക്കുള്ളതാണ് ലക്കിടി വ്യൂ പോയിന്റ്. നമുക്ക് താഴെ റോഡ് കാണാം. നമ്മൾ നേരത്തെ നിന്ന പോയിന്റ് തൊട്ട് താഴെയാണ്. ദൂരമായിട്ടുള്ള ഇത്രയും വൈഡായിട്ടുള്ളൊരു വ്യൂവും കാണാം. ക്യാമറ കാണുന്നേക്കാളും നേരിട്ട് കാണാനാണ് ഒരു രസമായിട്ട്. താഴെ നമ്മൾ വന്ന പോലെ തന്നെ ഒരുപാട് വണ്ടികൾ കയറി വരുന്നുണ്ട്. ഇവിടെ റോഡ്, ഇതാണ് റോഡ്, നമ്മൾ കയറി വരുന്ന റോഡ്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്, താഴെയിരിക്കുന്നു കുരങ്ങൻ. പൂക്കോട് തടാകം കുറച്ചടുത്താണ്, ലക്കിടി വ്യൂ പോയിൻറ്റിന് അടുത്താണ്. പൂക്കോട് തടാകത്തിൽ ഓപ്പണായെന്ന് തോന്നുന്നു. ഞാൻ മുന്നേ മാത്രമേ ഇറങ്ങിയുള്ളൂ. അവർ വണ്ടി ഇരിക്കുക, അവരൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അല്ലേ നമ്മൾ പൂക്കോട് തടാകത്തിൻ്റെ അകത്ത് കയറി 40 രൂപയാണ് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് കേട്ടോ. 40 രൂപ. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ കുട്ടികൾക്കുള്ള പാർക്ക് അടച്ചിരിക്കുകയാണെന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അറിയാം, പൂക്കോട് തടാകം ഇവിടുത്തെ മെയിൻ കാഴ്ച എന്നാണ് ആ തടാകത്തിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ട്, വെള്ളം, ബോട്ട്. ആ മിനി ബോട്ടാണാ? ആ ബോട്ടിങ്ങിന് 2 സീറ്റ് മുതൽ തുടങ്ങുന്ന ബോട്ടിംഗ് ഉണ്ട്. 300 രൂപ മുതലാണ് ചാർജ് തുടങ്ങുന്നത്. ഈ തടാകത്തിലാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത്. അല്ലേ ക്ലേ? അക്വേറിയം. അപ്പോൾ അടുത്ത് നമ്മൾ അക്വേറിയത്തിലായിട്ട് പോകണം. പൂക്കോട്ട് തടാകത്തിനകത്തുള്ള അക്വേറിയം. ഇത് ഫിഷ് സ്പായ്ക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് മീനുണ്ട്, അവിടെ ഇല്ല. ഇതിനകത്തുണ്ട്.
അത് നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്തതിന് പുറമെ 5 രൂപയുടെ ടിക്കറ്റ് അക്വേറിയം കാണാൻ കൂടെ എടുക്കണം. ഏടാ അതൊക്കെ നീ ഉണ്ടല്ലോ. അതെ അടുത്തപ്പോ ഇതിനകത്തുണ്ടല്ലേ. കണ്ട ഇനി കണ്ട വലിയ മീനല്ലേ. കണ്ടോ കൊള്ളാല്ലേ. ഹായ് തട്ടേ. തല ഇടിച്ചടേ എവിടെയോ തല ഇടിച്ചടേ മീനിൻ്റെ. അയ്യോ തല ഇടിച്ചടേ മീനിൻ്റെ. പൂക്കോട് തടാകത്തിലെ കാഴ്ചകളാണ് കണ്ടത്. ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ. തടാകത്തിലെ ബോട്ടിങ്ങും പിന്നെ ചെറിയൊരു അക്വേറിയം ഇത്രയേ ഉള്ളൂ. 45 രൂപയാണ് ഒരാൾക്കുള്ള ഫീസ്. മീൻ കാണാം. കൊച്ചുകുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള എൻ്റെ ചർക്കിയുടെ അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീസേ ഉള്ളൂ. ഫുള്ള് ചർക്കലും പായലൊക്കെയാണ്. ഓക്കെ സൂക്ഷിച്ച് നടക്കുക. ഓക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം. ബാക്കിയുള്ളവരൊക്കെ പുറത്തിരിക്കുകയാണ്. വാട്ടർ ബേഡ് എന്നാ പറയുന്നത് ഇതിന്. ഇത് കണ്ട ഇതിലിങ്ങനെ വെള്ളം കയറ്റുമ്പോ ഇതിൽ ഹോണോ കണ്ട എന്നിട്ട് സൗണ്ട് ഇങ്ങനെ. ഇത് മണ്ണിലാണ് ഉണ്ടാക്കണേ. നമ്മൾ ഹണി മ്യൂസിയത്തിലോട്ടാണ് പോണേ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹണി മ്യൂസിയത്തിൽ പോയി തേനീച്ചകളെ കുറിച്ചും തേനിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ടിക്കറ്റ് 30 രൂപയാണ്. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. ഹണി മ്യൂസിയം 30 രൂപയാണ് ടിക്കറ്റ്. 9 മണി മുതൽ 9:30 വരെയാണ് അവിടുത്തെ പ്രവർത്തന ടൈം. വെള്ളം എൻ്റെ പേര് ജസ്ന എന്നാണ്. നമുക്ക് എബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൻ്റെ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റാണ്. ഇവിടെ നമ്മൾ ഹണി ഓൾ ഇന്ത്യ ലെവലിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യയിൽ നിന്ന് റോ ആയിട്ടൊക്കെയാണ് ഹണി കളക്ട് ചെയ്യുക. അപ്പോൾ ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും, ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും. ഹണി ബീസിൻ്റെ ബോഡി പാർട്സ്, ലാർവകൾ, കുഞ്ഞുങ്ങൾ, മുട്ടകൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഈ വേസ്റ്റോട് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കൂടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ കൂട് ഇവരുണ്ടാക്കുന്നത് ഇവരുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഴുക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ കൂടിൻ്റെ അകത്ത് ഇത്രയും വേസ്റ്റുകൾ ഉണ്ടാവും. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, വേഗം അത് പിഴിഞ്ഞെടുക്കും. അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഹണീൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും. അതാണ് നമ്മൾ കഴിക്കുന്നത്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വേദന എടുക്കുന്നതിനും വയറ് കമ്പിക്കുന്നതിനൊക്കെ കാരണമാവും. അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് ഹണി അധികം കഴിച്ചുകൂടാ, നമ്മളെ ശോധനയ്ക്ക് പ്രശ്നമാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അലർജി ഉള്ളവർക്ക് അലർജി കൂടുന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മളിവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഹണി ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. ഡയറക്റ്റ് ഒരു 60-70 ഡിഗ്രിയിലൊക്കെ ഹണി ചൂടായാൽ ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. ഇത് ഡബിൾ ലെയറാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നർ ലെയർ ഉണ്ട്, ഇത് ഔട്ടർ ലെയറാണ്. ഔട്ടർ ലെയർ ഫുള്ളും വെള്ളമാണ്, ഇതിൻ്റെ ചുറ്റിലും വെള്ളമാണ്. ഈ വെള്ളത്തിനെ ഒരു 57 ഡിഗ്രിയിലാണ് ചൂടാക്കുന്നത്. തേനൊരു 40-42 ഡിഗ്രിയിലേ ചൂടാവുള്ളൂ. അങ്ങനെ തേനി ഹീറ്റ് ആകുമ്പോൾ തേനിലുള്ള വേസ്റ്റും വാക്സും എല്ലാം ഇതുപോലെ പദരൂപത്തിൽ ഇങ്ങനെ മേലേക്ക് പൊന്തി വരും. ഹണിക്ക് പൊതുവെ വിസ്കോസിറ്റി കൂടുതലാണ്, കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹണി താഴേക്ക് നിൽക്കും. ഇതിനെ നമ്മൾ ഇവിടെ ഒരു മൈക്രോ ഫിൽറ്റർ ഉണ്ട്. ഈ മൈക്രോ ഫിൽറ്റർ ഉപയോഗിച്ച് ഹണി സെക്കൻഡ് ചേമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സെക്കൻഡ് ചേമ്പറിൽ പ്യുവർ ഹണി ആയിരിക്കും, പക്ഷേ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും.
ഈ വാട്ടർ കണ്ടൻറ്റ് 20% കൂടിക്കഴിഞ്ഞാൽ ഹണി വേഗം പുളിച്ചു പോകും. അങ്ങനെ പുളിച്ചു പോകുന്ന ഹണിയാണ് നമ്മളൊക്കെ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ കഫ, പിത്ത, വാത എന്നൊക്കെ പറയുന്ന ത്രിദോഷങ്ങളിൽ ഇംബാലൻസ് എടുത്തിട്ട് പല തരത്തിലുള്ള രോഗങ്ങളായിട്ട് കൺവേർട്ട് ആവുക ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ പുളിച്ചു പോയ ഹണി നമ്മളാരും കഴിക്കാൻ പാടില്ല. നോർമലി നമ്മൾ പ്യുവർ ഹണി ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങളെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചേമ്പറിൽ വെച്ചിട്ട് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പരിശോധിക്കും. 20% കൂടുതലാണെങ്കിൽ ഈ ഡോസിങ് പമ്പിൻ്റെ സഹായത്തോടെ ഹണി ഡോസായിട്ട് ഹൈ പ്രഷറിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ചെയ്യും. അതിന് ഈ വാക്യൂം സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് കൂളിംഗ് ടവറിലേക്ക് കൊണ്ടുപോകും. കൂളിംഗ് ടവറിൽ വെച്ചിട്ട് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവുക ചെയ്യുക. അങ്ങനെയാണ് ഈ ഹണിയിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഹണിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത വെള്ളമാണ്. ആർക്കെങ്കിലും സ്മെല്ല് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. ആരെങ്കിലും ഓക്കെ. 300 കിലോ കപ്പാസിറ്റി അതിനുള്ളത്. 300 കിലോ ചെയ്യുന്ന സമയത്ത് ഒരു 10-12 ലിറ്റർ വെള്ളം നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ഹണിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് 20% താഴെയാക്കി വേസ്റ്റും വാക്സ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ്. ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുക, കൈയിട്ട് കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈ റോ ഹണി എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് വാട്ടർ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേസ്റ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റൊക്കെ കുറവാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വേസ്റ്റുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഈ ഹണിയാണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നത്. ലൈഫ് ലോങ് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ചെറിയൊരു മ്യൂസിയം ഉണ്ട്, കാണാം. ഹണി മ്യൂസിയം ആണുള്ളത്. ഒന്ന് തായ്വാനിലാണ്, ഒന്ന് ഈ ബീ ക്രാഫ്റ്റ് ഹണി മ്യൂസിയം. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയം എന്ന് പറയുന്നത്. ഈ ബീ ക്രാഫ്റ്റ് ഹണി മ്യൂസിയം തന്നെയാണ്. ഇവിടെ നമുക്ക് തേനീച്ചകളൊക്കെ ലൈഫ് സ്റ്റൈലാണ്. നമ്മളൊക്കെ തേനീച്ചക്കൂട് കണ്ടിട്ടുണ്ടാവല്ലോ. മരത്തിന്റെ മുകളിൽ, ബിൽഡിങ്ങിന്റെ പൊക്കത്ത്, പാറ ഇടുക്കുകൾ, അങ്ങനെ ഒരുപാട് തേനീച്ചക്കൂടുകളുണ്ട്. അപ്പൊ ഈ തേനീച്ചക്കൂട്ടിലൊക്കെ 3 തരത്തിലുള്ള തേനീച്ചകൾ ഉണ്ടാവും. ആൺതേനീച്ചകളും പെൺതേനീച്ചകളും റാണി തേനീച്ചയും ഉണ്ടാവും. ആൺതേനീച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ലേസി ബീസ് ആണ്, മടിയനീച്ചകളാണ്, പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യുന്നില്ല. പെൺതേനീച്ചകളെ വർക്കർ ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഫീമെയിൽ ബീസ് ആണ്. കൂട് ഉണ്ടാക്കണം, കൂട് വൃത്തിയാക്കണം, കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടുവരണം, കൂട്ടിലുള്ളവരെ സംരക്ഷിക്കണം, അങ്ങനെ ഒരുപാട് ജോലികൾ. പിന്നെ വരുന്നത് റാണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള റാണിയാണ്. അതുപോലെ ഏറ്റവും സൗന്ദര്യമുള്ളതും റാണിക്ക് തന്നെയാണ്. ആയുസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൺതേനീച്ചകളും പെൺതേനീച്ചകളൊക്കെ 3 മുതൽ 4 മാസം വരെ ജീവിക്കുള്ളൂ. എന്നാൽ റാണി തേനീച്ച 4 മുതൽ 5 വർഷം വരെ ജീവിക്കും. അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. റാണി തേനീച്ച ഒരു ദിവസം 500 മുതൽ 1500 മുട്ട വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ ആരും റാണിയായിട്ട് ജനിക്കില്ല. ഇതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ തേനീച്ചകളും ജനിച്ചു കഴിയുമ്പോൾ തേനും ബീപ്പോളനും കൂടെ മിക്സ് ചെയ്തിട്ട് ബീ ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡാണ് കൊടുക്കുന്നത്. റാണിയാവാൻ പോകുന്ന ആൾക്കവര് റോയൽ ജെല്ലി എന്ന് പറഞ്ഞ സൂപ്പർ ഫുഡിനെയാണ് കൊടുക്കുന്നത്. റോയൽ ജെല്ലി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പെൺ തേനീച്ചകളും ജനിച്ച് 20-21 ദിവസം വരെ ഇവരുടെ തലച്ചോറിൽ നിന്നും ഒരു മിൽക്ക് ഇങ്ങനെ ഊറി ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും. അത് ഇവർ ത്രോട്ടിലൂടെ റാണി തേനീച്ചയുടെ ഷെല്ലുകളിൽ ഇങ്ങനെ കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ട് ആ റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത്. അതുപോലെ ഈ റാണി തേനീച്ച ഏത് സമയത്തും കൂട് വിട്ട് പുറത്തു പോകില്ല. അതിന്റെ ആയുസ് 5 വർഷം. 5 വർഷത്തിൽ ആകെ ഒരു പ്രാവശ്യമാണ് കൂട് വിട്ട് പുറത്തു പോകുന്നത്. അങ്ങനെ പുറത്തു പോകുമ്പോൾ ഇവരൊരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് ആകാശത്തിലോട്ട് പറന്നു ഉയരുക ചെയ്യും. അങ്ങനെ ആകാശത്തിലോട്ട് പറന്നു വരുന്ന സമയത്ത് ഈ ആൺതേനീച്ചകളൊക്കെ ഇവരെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എല്ലാവരും ഒന്നും ചേസ് ചെയ്ത് എത്തിപ്പെടില്ല. എന്നാൽ എത്തിപ്പെടുന്ന ആൾക്കാരൊക്കെ അവളുമായിട്ട് മീറ്റിംഗിൽ ഏർപ്പെടും. മീറ്റിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലോ അപ്പം തന്നെ ഈ ആൺതേനീച്ചകൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൺതേനീച്ചകൾ മരിച്ചു പോകുന്നതുകൊണ്ട് ആ തേനീച്ചക്കൂട്ടിൽ രാജാവ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലാത്തത്. എപ്പോഴും തേനീച്ചക്കൂട്ടിൽ റാണി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മളവരെ ലേസി ബീസാണ്, മടിയനീച്ചകളാണെന്നൊക്കെ പറയുമെങ്കിലും കൂടി അടുത്ത ജനറേഷന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുന്നത് മെയിൽ ബീസാണ്. തേനീച്ചകളുടെയൊക്കെ തലയുടെ ഒരു സ്ട്രക്ചറാണ്. തേനീച്ചകൾക്ക് പൊതുവിൽ 5 കണ്ണുകളാണുള്ളത്. സൈഡിലായിട്ട് 2 വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് 3 സിമ്പിൾ ഐസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ പറയുന്നത് തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല എന്ന്. തേനീച്ചക്കൂട്ടിലേക്ക് കല്ലുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് കറക്റ്റ് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പതിക്കുകയാണോ. നമ്മൾ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവർ കറക്റ്റ് വന്ന് നമ്മളെ സ്റ്റിങ് ചെയ്തിരിക്കും. ഇത് മെഴുകാണ്. തേനീച്ചകൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ്. അവർക്ക് കൂടുകൾ ഉണ്ടാക്കാനാണ് അവർ ഇത് ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക്, കോസ്മെറ്റിക്സ്, ബോഡി ക്രീംസ്, ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബീ വാക്സ് എന്നാണ് അതിന്റെ പേര്. കാല് പൊട്ടുന്നതിന്, ചുണ്ട് വെള്ളുന്നതിന്, ഡ്രൈ സ്കിന്നിന്, അണ്ടർആംസിലെ കറുത്തപ്പാടുകൾക്ക്, അണ്ടറയിലെ കറുത്തപ്പാടുകൾക്ക് ലിപ് ബാമായിട്ട്, മോയ്സ്ചറൈസ് ആയിട്ട്, സൺസ്ക്രീം ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തേൻ ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് കട്ട പിടിക്കുന്നത്. ഒന്ന് അതിന്റെ പൂമ്പൊടിയുടെ അളവിലുള്ള വ്യത്യാസമാണ്, രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയുള്ള വ്യത്യാസം, മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചറാണ്. 20-25 ഡിഗ്രിക്കൊക്കെ താഴെ വെച്ചാൽ, അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തേന് കട്ട പിടിക്കും. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അതിന് നമുക്ക് ഉപയോഗിക്കാം. എന്നാലും നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് സൂര്യപ്രകാശത്ത് വെക്കണം, ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഒരിക്കലും നേരിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ തേന്റെ കളർ വെറൈറ്റീസാ. ചിലരൊക്കെ പറയില്ലേ ലൈറ്റ് കളറിലെ തേനാണ് നല്ലത്, അല്ലെങ്കിൽ ഡാർക്കാണ് നല്ലതെന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ ഒരിക്കലും തേന്റെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി ഇളക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം തേനീച്ചകളുടെ സ്പീഷ്യസുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം, കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തേന്റെ ഏജിങ്. തേനിങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് മസ്റ്റാർഡ് ഹണിയാണ്. കടുകൊക്കെ പൂക്കുന്ന സമയത്ത് ഹിമാചലിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. വെരിക്കോസ് വെയിൻ, ജോയിന്റ് പെയിൻസ്, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന്, വാതരോഗങ്ങൾക്ക്, ആർത്രൈറ്റിസിനൊക്കെയാണ് ഈ മസ്റ്റാർഡ് ഹണി ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ചെറുതേന, ചെറിയ ഉറുമിന കണക്കുള്ള തേനീച്ചകള് തുമ്പ, തുളസി പോലുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേനാണ്. ഹൈ മെഡിസിൻ വാല്യൂ ആണ്. ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം. നമ്മളെ കണ്ണിലെ കുറ്റിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ അത് ചെറുതേൻ മാത്രമേ ഉള്ളൂ. പൊള്ളിയാലും മുറിഞ്ഞാലൊക്കെ നമുക്ക് വൻതേനുകൾ തേക്കാം. എന്നാലും ചെറുതേൻ തേച്ചാൽ ഇതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാ. ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക്ക് സീഡ് ഓയിലും ചേർത്ത് കഴിച്ചാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ആസ്മ രോഗികൾക്കും ചെറുതേൻ വളരെ നല്ലതാണ്. ആസ്മ വരാതിരിക്കാനും ചെറുതേൻ കഴിക്കാം. അലർജി പ്രോബ്ലങ്ങൾ മാറാൻ, അതുപോലെ തന്നെ നമുക്ക് വൈറൽ ഫീവർ വരാതിരിക്കാനൊക്കെ ഈ ചെറുതേൻ ബെസ്റ്റാണ്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. കാൾ ബോൺ ഫിഷ് എന്നാണ് പേര്. തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ച ആളാണ്. നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സങ്കടം വന്നാൽ കരഞ്ഞിട്ട്, സന്തോഷം വന്നാൽ ചിരിച്ചിട്ട്, അങ്ങനെയൊക്കെ. അതുപോലെ തേനീച്ചകള് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ തിയറി കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഓസ്ട്രിയക്കാരനാണ്. കാരണം നമ്മളെ കുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റിങ് അവരുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചകൾ ഈ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ വെറും 4 വർഷം മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം 80% പോളിനേഷൻ നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ്. ഇത് തേനീച്ചകളൊക്കെ ബൈ പ്രോഡക്ട്സ് ആണ്. ഒന്ന് തേനാണ്, പുറത്തുനിന്ന് പറയാം. ഇത് ഹണിക്കോംബാണ്, അതിന്റെ കൂടോട് കൂടി നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ചുയിങ്കം പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബീപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ്. ഇത് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഉത്തേജകത്തിനൊക്കെ വേണ്ടി ബീപ്പോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് റോയൽ ജെല്ലി, തേനീച്ചക്കുള്ളിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഒരു സപ്ലിമെന്ററി ഫുഡായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ് ആയിരിക്കുന്നതിന്, ആന്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന്, എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന്, ഹോർമോൺ ചേഞ്ചിന്, അതുപോലെ നമ്മളെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന്, നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതിന്, ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയുന്നതിന് റോയൽ ജെല്ലിക്ക് സാധിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസറിന്റെ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിനുള്ള ശേഷി വരെ റോയൽ ജെല്ലിക്ക് ഉണ്ട്. കോസ്റ്റ്ലിയാണ്, പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ്. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇത് കഴിക്കാൻ പാടില്ല. ആസ്മ രോഗികളും കഴിക്കാൻ പാടില്ല. ബീവാക്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. പ്രപ്പോളിഷ് ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ പൊടിയും കറയൊക്കെ അവരവരുടെ തലയിവേൽ മിക്സ് ചെയ്തിട്ട് അവർ ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മൾ ആന്റി ബാക്ടീരിയലായും ആന്റി ഫംഗലായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഹണി ടേസ്റ്റ് ചെയ്യാം. കാശ്മീർ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ആപ്പിൾ സ്പീഷ്യസിലൊക്കെ പെട്ട ജോജോബ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ പൂക്കളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ കിട്ടാവുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഹണിയാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി കഴിക്കാം. അതുപോലെ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നല്ലതാണ്. യൂറിൻ ഇൻഫെക്ഷൻ, സ്റ്റൊമക് അൾസർ, ലിവർ സിറോസിസ്, അതുപോലെ അസുഖങ്ങൾക്കൊക്കെ ബെസ്റ്റാണ്. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഹണിയാണ്. നമ്മൾ റോയൽ ജെല്ലി മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഈ സിഡർ ഹണിയാണ്. സ്പീഷ്യസിലൊക്കെ പെട്ട ഡേഞ്ചർ ബീസ് കളക്ട് ചെയ്യാം. നോർമലായിട്ട് നമുക്ക് മെഡിസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തടി കൂടാനും തടി കുറയാനൊക്കെ ഇതാണ് ഉപയോഗിക്കാം. തടി കൂടാനാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കണം. തടി കുറയാനാണെങ്കിൽ ഡെയിലി മോർണിംഗിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഹണിയും 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറും 1 നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മോർണിംഗിൽ കഴിക്കുക. ഒരു 1.5 മണിക്കൂർ ഫാറ്റ് ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്നാൽ തടി കുറയും. ഇത് വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ്. നോർമൽ ബീസ് കളക്ട് ചെയ്യുന്നതാണ്. നോർമലായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. സംബന്ധമായ അസുഖങ്ങൾക്ക്, ഡൈജഷൻ ക്ലിയർ ആവാനൊക്കെ ഈ അജ്വൈൻ അയമോദക പാടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇത് മസ്റ്റേർഡ് ഹണിയാണ്. കടുകൊക്കെ പൂക്കുന്ന സമയത്ത് ഹിമാചലിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. വെരിക്കോസ് വെയിൻ, ജോയിന്റ് പെയിൻസ്, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന്, വാതരോഗങ്ങൾക്ക്, ആർത്രൈറ്റിസിനൊക്കെയാണ് ഈ മസ്റ്റാർഡ് ഹണി ഉപയോഗിക്കുന്നത്.
ഡ്രൈ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ തന്നെ അത് അവിടെ ഉണ്ടാക്കുന്നതാണ്. ഹണീസ് ഒക്കെ അത് അവിടെ അവൈലബിൾ ആണ്. സ്പൈസസ് കൗണ്ടർ ഉണ്ട്, വിസിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമുക്ക് ചെറുതേനും റോയൽ ജെല്ലി ഇവിടെ അവൈലബിൾ ആണ്. ടേസ്റ്റിങ്ങിനില്ല, ഫീലിങ്ങിന് മാത്രമേ ഉള്ളൂ. ബോഡി ക്രീമാണ് ഹണിയുടെ ആ മെഴുക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമാണ്. മെയിനായിട്ട് ഈ റോ ഹണി നമ്മുടെ അതിനെ റെഡിയാക്കി അതല്ലെങ്കിൽ അതിനെ ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ രൂപത്തിലുള്ള അല്ലെങ്കിൽ കുടിക്കാൻ രൂപത്തിലുള്ള ഒരു ഹണിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിങ്. പിന്നെ അത് ചെയ്യുന്ന പ്രോസസ്സിങ്ങൊക്കെ വിവരിച്ച് പറഞ്ഞു തന്നു. പിന്നെ ഉള്ളത് അവിടെ പ്രൊഡക്ഷനുണ്ട്, സെയിലുണ്ട്. ഒരുപാട് ഐറ്റം നമുക്ക് എന്താണ് ടേസ്റ്റ് ചെയ്യാനും പിന്നെ അത് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഹണി മ്യൂസിയത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയം ആണ്. നമ്മൾ ഇടുക്കി മൂന്നാറൊക്കെ നിന്നപ്പോൾ ഒരു തേയില ഫാക്ടറിയെങ്കിലും പോകണമെന്ന് നന്നായിട്ട് ആഗ്രഹിച്ചതാണ്. നമ്മളെ യാത്രയിൽ അതും കൂടെ ഉൾപ്പെടുത്തണമെന്ന്. എന്തായാലും അന്ന് നടന്നില്ല, ഇന്ന് നമുക്ക് നടക്കും. ഒന്ന് പോയി നോക്കാം. മൊത്തം 3 ഡ്രസ്സ് നിറയ്ക്കും. എന്നുവെച്ചാൽ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹോട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് താഴെ അടുപ്പുണ്ട്. അടുപ്പിൽ നിന്ന് ഫാന് വഴി എന്ത് ചെയ്യും, എയർ വരും, ഹോട്ട് എയർ വരും. ഹോട്ട് എയർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു രാത്രി മൊത്തം വരും. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഡ്രൈ ആയതിനു ശേഷം ആ കണ്ടീഷനാണ് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ളത്. ഇനി താഴോട്ട് തള്ളി വിടും. താഴെയാണ് ഗ്രൈൻഡിങ് മെഷീൻ ഉള്ളത്, അരയ്ക്കുന്ന മെഷീൻ അരയ്ക്കുന്നത്. ഇനി ബാക്കിയുള്ളത് താഴെന്നാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഡ്രൈ ആയ ഇല ഇത് താഴേക്കാണ് പോകണം. ഇത് താഴേക്കാണ് പോകണം കേട്ടോ. അത് ഡ്രൈ ഒരരപ്പൊഴിവാക്കിയിട്ടത് ഇത് ഡ്രൈ ആയിട്ടുള്ളത്. എയറിൻ്റെയും ഹീറ്റിൻ്റെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന് പ്രവൃത്തി. ഇവിടെ ലിഫ്റ്റ് വഴി ഇങ്ങോട്ട് വരും. ഇന്ന് ചാക്കായിട്ട് ആൾക്കാർ ഏറ്റിട്ട് അപ്പുറത്ത് ഇവിടെ ട്രഫിൽ കൊണ്ടുവരും. ഇത് അരയ്ക്കുന്ന മെഷീനാണ്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട അത് ഇതുവഴി നേരെ ഈ മെഷീനിലോട്ട് വരും. ഇവിടെ അരയ്ക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ അടിയിൽ അത് ഒരു ട്രോളി വെച്ചിട്ട് അവർ കളക്ട് ചെയ്യും. എന്നതിന് ശേഷം അവിടെ അടുത്തൊരു മെഷീനുണ്ട്, അവിടെ അത് അരിക്കുന്ന, അതായത് ഇതിനെ തരികൾ അരിച്ച് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അടുത്ത് ചെയ്യുന്നത്. ഇതുപോലെ വരുള്ളൂ. അരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതെന്ത് അത് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ കളർ മാറും. ഓട്ടോമാറ്റിക്കായിട്ട് നിരത്തി ഇടുമ്പോൾ കളർ മാറും. അപ്പോൾ ഇതാണ് ഒറിജിനലായിട്ട് വരുന്നത്, ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വരിക. ഇതൊന്നുകൂടെ ചൂടാക്കിയിട്ട് അരിച്ചെടുക്കും. ഇത് ഒന്നുകൂടെ എന്താക്കും, ചൂടാക്കിയിട്ട് പൊടിക്കും. അപ്പോൾ അവിടെ നിന്ന് അരച്ചത് കൊണ്ടുവന്ന് ഇവിടെ തട്ടിയതിന് ശേഷം ഇവർ ഇതിനകത്ത് അരിച്ചെടുക്കുകയാണ്. പൊടി കാണിച്ചത് അതെ. ഇവിടെ 2 സെക്ഷനായിട്ട് ഇത് അരിച്ച് എടുക്കുകയാണ്. ഇത് തരി കൂടിയത് അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ അരഞ്ഞത് താഴെ കളക്ട് ചെയ്യും. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ ചൂടായിട്ട് കളർ മാറിയിട്ട് കറുത്ത കളറായിട്ട് ഇവിടെ എത്തും. ഈ കണ്ടീഷനാണ്. നല്ല ഇതായി ഉണങ്ങിയത്. കളർ മാറി ഈ ഒരു അവിടെ നിന്ന് അരച്ചത് ഇവിടെയാണ് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് അത് 20 മിനിറ്റോളം അവർ ചൂടാക്കിയിട്ട് ഇതിവിടെ നിന്ന് അടിയിലോട്ട് കളക്ട് ചെയ്യും. ഇതിപ്പോൾ അവിടെ നിന്ന് ഹീറ്റ് ചെയ്തത് ഇവിടെ അടുത്തൊരു മെഷീനിലോട്ട് വരികയാണ്. ഇവിടെ ഒരു മൂന്ന് സെക്ഷൻ ഇതാണ്. ഇവിടെ ആദ്യം കാണുന്ന 2 സെക്ഷൻ വേസ്റ്റായിട്ടും അടുത്ത് ഇതിൽ 3 എണ്ണത്തിൽ കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് ഒന്നും കൂടെ അവർ ഹീറ്റ് ചെയ്ത് എടുക്കും. പിന്നെ ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്. ആ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന സംഭവം ഇനി അടുത്തൊരു മെഷീനിലേക്കാണ് പോകണം. അങ്ങോട്ടാണ് നമ്മൾ പോകണം കേട്ടോ. കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണ്, ഫസ്റ്റ് അല്ല. ഫസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഫസ്റ്റ് കാണിക്കാൻ പറ്റില്ല. ഈ ടൈപ്പായിട്ടാണ് വരുന്നത്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ടൈപ്പാണ്. എല്ലാം ഒരു ക്വാളിറ്റിയാണ്, പക്ഷെ പല ടൈപ്പിലായിട്ട് വരിക. പൊടി കൂടിയത് പൊടി കുറഞ്ഞതൊക്കെ ആയിട്ടാണ് വരിക. ഇതിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി അല്ല, സെക്കൻഡാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിവിടെ എത്തിയിട്ടില്ല. എത്തിയാൽ കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും. ഈ ടൈപ്പിലാണ് വരിക. ഈ ടൈപ്പായിട്ട്
ഇത് സെപ്പറേറ്റ് പാക്ക് ചെയ്യുമോ? സെപ്പറേറ്റ് ആണോ? ഓരോ പാക്ക്. ഇവിടെ നിന്ന് പറഞ്ഞ സംഭവം ഇവിടെ മെയിനായിട്ട് അരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 സെക്ഷനായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ഒന്ന് ഇതിനടിയിലൊന്ന്, അവിടെ ഒന്ന്. അപ്പോൾ ഇത് തരി കൂടിയതും തരി കുറഞ്ഞതായിട്ട് ഇവർ അവിടെ നിന്ന് വരുന്നത് ആ ഹീറ്റ് ചെയ്ത് സെക്ഷനായിട്ട് തിരിച്ചതിനെ ഇവിടെ കൊണ്ടുവന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഇതാണ് തരി കൂടിയതും തരി കുറഞ്ഞതായിട്ട് ചേട്ടൻ കുറച്ച് മുന്നേ കാണിച്ചത്. നമുക്കതിനെ കാണാൻ പറ്റും. ഇവിടെ ഉള്ളത് തരി കൂടിയത്, അപ്പുറത്തോട്ടൊക്കെ ഉള്ളത് തരി കുറഞ്ഞതും അങ്ങനെ. അപ്പോൾ ഇതിൽ ക്വാളിറ്റി ഒന്നാണ്. ഇപ്പോൾ ചെയ്യുന്ന സെക്കൻഡ് ക്വാളിറ്റിയാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, വിലയും ചെറിയ വ്യത്യാസം വരും. തരി കൂടിയതും കുറഞ്ഞതൊക്കെ ആയിരിക്കും. ഇതാണ് ഈ മിഷനിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഈ മിഷനിൽ ചെയ്തെടുത്തതാണ്. ഇത് നല്ല തരി, ഇത് കുറച്ചുകൂടെ കട്ടി, ഇത് കുറച്ചുകൂടെ നല്ല തരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു 5 സെക്ഷനായിട്ട് ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യണം ഈ ഒരു മിഷനിൽ കേട്ടോ. ഓക്കെ, ഇത് രണ്ടാമത് നമ്മൾ പറഞ്ഞ ആ ക്വാളിറ്റി മീൻസ് അല്ല, അത് അരിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് വരുന്ന സംഭവമാണ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ അരിച്ചെടുക്കുക. നമ്മൾ നേരത്തെ കണ്ട അത് ഫസ്റ്റ് ക്വാളിറ്റി ചെയ്യുന്ന അതുപോലെ തന്നെ അരിച്ചെടുക്കുന്ന ഒരു മെഷീനാണ് ഇത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതാണ്ട് ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വച്ചേക്കുന്നതാണ്. തേയില പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഫൈനൽ പ്രോസസ്സ്. നമ്മൾ കണ്ട ആ സംഭവങ്ങൾ പൊടി ഒന്നും കൂടി അരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെയും തരികൾ കൂടുതൽ വരികയാണെങ്കിൽ പിന്നെയും പൊടിക്കും എന്ന് പറയുന്നുണ്ട്. ഇതല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാക്കിങ്ങിലോട്ടാണ് പോകണം. നമ്മൾ നേരത്തെ അരിക്കുന്ന സംഭവം തരം തിരിച്ചെടുക്കുന്നത് അവിടെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ വർക്കിംഗ് ആയി കണ്ടില്ല. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത്. ഇതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി വരും. പിന്നെ അത് ഒന്നും കൂടെ അവർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുക്കും എന്നാണ് പറഞ്ഞത്. ഇതാണ് അരിക്കുന്ന സംഭവം. അവിടെ നിന്ന് നമ്മളവിടെ ചൂടാക്കിയത് അവിടെ ഇട്ട് കൊടുക്കുന്നു. അത് ഓരോ സെക്കൻഡ് കളക്ട് ചെയ്ത് വരുന്ന ഒരു കാഴ്ച. ഇത് 100 കിലോയുടെ ഓരോ ബണ്ടിലാണ്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ഫിനിഷിങ് സംഭവമാണ്. അപ്പോൾ ഇത് അവരെന്ത് ചെയ്യണം, കയറ്റി എറണാകുളത്തോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കും. ചിലപ്പോൾ അവർ ഹോൾസെയിലായിട്ട് ചെയ്യും, അല്ലെങ്കിൽ വലിയ അവിടുത്തെ ഹോൾസെയിൽ കടകളിൽ പോയിട്ട് അവർ റീറ്റെയിലായിട്ട് 1 kgയുടെ ഓരോ പാക്കറ്റ്, 1 കിലോ ഉള്ള പാക്കറ്റുകളിലോട്ട് ഇത് മാറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതെല്ലാത്തിലും നമ്പർ അടിക്കുന്നതാണ് ഓരോ പാക്കറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെല്ലോട്ടി ടീ ഫാക്ടറിയിലാണ്, വയനാട്. അപ്പോൾ നമുക്ക് ഇടുക്കിയിൽ പോയപ്പോൾ വലിയൊരു വിഷമമായിരുന്നു. നമ്മൾ ഓടിയതാണ്, ടീ ഫാക്ടറി കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പോയതാണ്. പക്ഷേ നടന്നില്ല. അപ്പോൾ അപ്പോഴേ നമ്മൾ വിചാരിച്ച ഒരു ടീ ഫാക്ടറി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. നമ്മളെ ഓരോ ജില്ലയിലും ഓരോ ജില്ലയിലും ഓരോ വെറൈറ്റിയൊക്കെ നോക്കിയാണ് നമ്മളിപ്പോൾ നമ്മുടെ രീതിക്ക് ഓരോ വെറൈറ്റിയൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ വയനാട് വന്നപ്പോൾ ടീ ഫാക്ടറി ഉണ്ടായിരുന്നു. ഹണി മീസ് ഉണ്ട്. ഹണി മീസ് തൊട്ട് മുന്നേ പോയതേ ഉള്ളൂ. പക്ഷേ ടീ ഫാക്ടറി അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടി. അത് ഇപ്പോഴും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീ ഫാക്ടറി. വർക്ക് ചെയ്യുന്ന സെറ്റപ്പുകളെല്ലാം കാണിച്ചു തന്ന് പറഞ്ഞു തന്ന് മനസ്സിലാക്കി. ആൾക്ക് 50 രൂപ ടിക്കറ്റ്, 50 രൂപ ഒരിക്കലും നഷ്ടമാവില്ല. അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. അപ്പോൾ നമുക്ക് ഒരു കണ്ടിട്ടുണ്ട് ഇടുക്കിയിൽ, പക്ഷേ എന്നാലും അവിടെ കാണുന്നത് പോലെ ഒരു വലിയൊരു ഫാക്ടറിയിൽ നമുക്ക് വരാൻ പറ്റിയതും ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. കാര്യം അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനൊരു ഫാക്ടറിയുടെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കും ആ ഒരു സന്തോഷം കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇളക്കിയെടുക്കുമോ? ഓക്കെ, അപ്പോൾ നമുക്ക് വയനാടാണ്. നമുക്കിനി അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. നമ്മളിതാ
ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തേയിലപ്പൊടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ലാഭം കണ്ടുകൊണ്ടാണ് വാങ്ങിച്ചത്. ലാഭം മാത്രം കണ്ടുകൊണ്ടല്ല, ഇവിടെ പ്യുവർ ഒരു കെമിക്കലോ ഒന്നുമില്ല. അവർ കറക്റ്റ് ഔട്ട്ലെറ്റാണ്, അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. ഇത് സംഭവം വന്നിട്ട് ഇപ്പോൾ ഓർത്തഡോക്സ് ലീഫാണ്. ഇവിടെ കണ്ടോ 280 ഗ്രാം എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും 280 ഗ്രാം എന്ന്, ഇത് 1 കിലോയുടെ പാക്കറ്റാണ്. കാരണം അവർ ഓർത്തഡോക്സ് ലീഫ് എടുക്കുന്ന, അതായത് 250 ഗ്രാം ലീഫ് എടുക്കുമ്പോൾ ഏതാണ്ട് ഇത്ര ഈ ഒരു പാക്കറ്റ് 1 കിലോ പാക്കറ്റ് വെറും 100 രൂപയാണ്. ഇത് നമ്മളെ മാർക്കറ്റിൽ കിട്ടുമ്പോൾ ചെറിയ തരി അതല്ല, കുറച്ചും കൂടെ ഇലയിലുള്ളതാണ്.